ലോ അക്കാദമിയുടെ ഭാരവാഹികളും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളും നടത്തിയ ചർച്ച പരാജയമെന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. SFI ഒഴിച്ചുള്ള ബാക്കി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രശാന്ത് കൃഷ്ണ കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, എന്താണ് വിവരങ്ങൾ? വേണു, ചർച്ച പരാജയമാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം, പ്രിൻസിപ്പലിന്റെ രാജി വേണമെന്ന ആവശ്യം മാനേജ്മെന്റ് അംഗീകരിച്ചില്ല. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റി നിർത്താമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു. ഒരു അക്കാഡമിക് ഇയറിൽ മാറ്റി നിർത്താമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് മാനേജ്മെന്റ്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം തയ്യാറായില്ല. കാരണം പ്രശ്നങ്ങൾക്ക് പരിഹാരം അതല്ല. കാരണം പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരായ പരാതികളാണ് കൃത്യമായും പുറത്തു വന്നിരിക്കുന്നത്. അവർ നിലവിലത്തെ സാഹചര്യത്തിൽ തുടർന്നുകൊണ്ട് അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടാകില്ല എന്ന് വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം തന്നെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഈ ആവശ്യം അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നതോടെ വലിയ തോതിൽ ഒച്ചപ്പാടുണ്ടായി. അവർ പ്രിൻസിപ്പലിനെ മാറ്റി നിർത്താമെന്ന നിർദ്ദേശത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിൽ ഇരുഭാഗവും മുന്നോട്ട് അല്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതോടെ ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ചർച്ചയ്ക്ക് ശേഷം കോളേജിന് പുറത്തേക്ക് വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സമരം ശക്തമായി തുടരും. അതിനുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത്. കാരണം പ്രിൻസിപ്പലിന്റെ രാജിയിൽ കുറഞ്ഞ ഒന്നും തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഉപാധിയായി മുന്നോട്ട് അംഗീകരിച്ചിരുന്നില്ല. ഈ ഉപാധിയിലാണ് അവർ പ്രധാനമായും കോളേജിൽ ചർച്ചയ്ക്ക് മാനേജ്മെന്റ് മുന്നിലേക്ക് പോയതും. അതിനാൽ തന്നെ ഈ ഉപാധി അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ ഈ സമരം വളരെ ശക്തമായി തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ലോ അക്കാദമി സമരം പരിഹരിക്കാനുള്ള ചർച്ച പരാജയം. അക്കാദമി അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി സംഘടനകൾ ചർച്ചയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അല്പസമയത്തിനകം അവരുടെ പ്രതിനിധികളുടെ പ്രതികരണം അറിയാൻ കഴിയും. ഇപ്പോൾ ASF സംസ്ഥാന സെക്രട്ടറി ശുഭേഷ് സുധാകരനും ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. അതിഥികളിലേക്ക് പോവുകയാണ്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഇത്തരമൊരു കടുംപിടുത്തം വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളോട് ആവർത്തിക്കാനായിരുന്നെങ്കിൽ പിന്നെ ആരെ എന്ത് ബോധ്യപ്പെടുത്താനായിരുന്നു ഇന്ന് ഈ ചർച്ച? അല്ല, അതാണ് മനസ്സിലാകാത്തത്. ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ സമരം തുടങ്ങിയിട്ട്. എന്നിട്ടും ഈ പിടിവാശി, ഒരു വ്യക്തിയുടെ പിടിവാശി, ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് ഒരു വ്യക്തി കാണിക്കുന്ന പിടിവാശിയാണ് ഇവിടെ കാണുന്നത്. ഒരു പ്രിൻസിപ്പൽ ഇത്രയേറെ മോശമായി കുട്ടികളോട് പെരുമാറി എന്ന് അത് സിൻഡിക്കേറ്റ് പോലും നിർദ്ദേശിച്ച ഒരു ഉപസമിതി കണ്ടെത്തി. ആ കണ്ടെത്തലുകൾ സിൻഡിക്കേറ്റ് അംഗീകരിച്ചു. അത് സർക്കാരിന് പാസ് ചെയ്തിട്ടുണ്ട്, മാനേജ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും തൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോലും പോലീസിനെ കാണിച്ച് കുട്ടികളെ വിരട്ടുന്നു. ഇപ്പുറത്ത് ഞാൻ മാറില്ല എന്ന് വാശി പിടിക്കുന്നു. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങ് ഈ വാദഗതിക്ക് ആധാരമായി ഉന്നയിക്കുന്ന ഡോക്യുമെൻ്റ് ഈ സിൻഡിക്കേറ്റിൻ്റെ ഫൈൻഡിംഗ് ആണെങ്കിൽ അതിനോടുള്ള മാനേജ്മെൻറ്റ് പ്രതിനിധികളുടെ പ്രതികരണം വന്നിട്ടുണ്ട്. നാരായണനാരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. റിപ്പോർട്ട് ഏകപക്ഷീയമാണ്, ഞങ്ങളുടെ വശം കേൾക്കാതെയുള്ള റിപ്പോർട്ടാണ്, കണ്ടെത്തലുകൾ മാത്രമേ ഉള്ളൂ, കാരണങ്ങളൊന്നും കാണിച്ചിട്ടില്ല, ആരോപണങ്ങളിൽ ക്രോസ് എക്സാമിനേഷൻ ഉണ്ടായിട്ടില്ല, പരിശോധന നടത്തിയിട്ടില്ല. ശ്രീ വേണു, ഇതിപ്പോൾ വളരെ പെട്ടെന്ന് ഈ സമരം വന്നപ്പോൾ വളരെ പെട്ടെന്ന് 21-ാം തീയതിയാണ് സിൻഡിക്കേറ്റ് ഇത്തരത്തിലൊരു ഉപസമിതി ചുമതലപ്പെടുത്തിയത്. സ്വാഭാവികമായും ആ സിൻഡിക്കേറ്റ് 23-ാം തീയതിയുടെ ഹിയറിങ്ങിന് പോയി. 23-ാം തീയതി മുഴുവൻ കുട്ടികളെയാണ് കേട്ടത്, കുട്ടികളെയും രക്ഷകർത്താക്കളെയുമാണ് കേട്ടത്. 24-ാം തീയതി രാവിലെ 10 മണി മുതൽ 2 മണി വരെ ഈ പ്രിൻസിപ്പലിനെ മാത്രമാണ് കേട്ടത്. ഈ കുട്ടികൾ പറഞ്ഞ പരാതികളെ സംബന്ധിച്ച് പ്രിൻസിപ്പൽ പറയാനുള്ള വാദം മുഴുവൻ കേട്ടു. അത് മാത്രമല്ല, അവിടെ നിന്ന് ചോദിച്ച ഡോക്യുമെൻറ്റ്സ് നമുക്ക് സർവകലാശാലയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വളരെ കൃത്യമായി അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട്. സർവകലാശാലയുടെ ചട്ടവും ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും എല്ലാം ലംഘിച്ചിട്ടുണ്ടെന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് തന്നത്. ആ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് അയ്യേണ്ടതിനാണ് പാസ്സാക്കിയത്. അപ്പോൾ അതുതന്നെയാണ് അവിടെ വിദ്യാർത്ഥികൾ പറഞ്ഞതിനെ സംബന്ധിച്ച് സബ്സ്റ്റാൻഷ്യബിൾ ആയിട്ടുള്ള എവിഡൻസ് ഉള്ള കേസുകൾ മാത്രമാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അധികമായി ഒന്നും പറഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമായും അവർ പറഞ്ഞുകൊണ്ടിരുന്ന പരാതിയിലെ ഒരു ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പരാതിയുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വേണ്ടത്ര രീതിയിൽ ഇതിന് പരിഹരിക്കുവാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഇപ്പോൾ 20 ദിവസമായി സമരം തുടങ്ങി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് 2 മിനിറ്റ് കൂടെ. ഒരു നിമിഷം ജ്യോതികുമാർ, ഒരു പുതിയ വാർത്ത ഉള്ളതുകൊണ്ട് പ്രശാന്തിലേക്ക് വീണ്ടും വിദ്യാർത്ഥി പ്രതിനിധികളെ വീണ്ടും മാനേജ്മെന്റ് ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രശാന്ത്, എന്താണ് ഒടുവിലത്തെ വിവരങ്ങൾ?
വേണു, വിദ്യാർത്ഥികൾ ഉറച്ചു, അതായത് പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്ന് അവർ ചർച്ചയുടെ വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്നാൽ ഉടൻ തന്നെയാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ ഇവരെ ചർച്ചയ്ക്കായി ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അതായത് ഈ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് കോളേജിന് ഈ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാകില്ല. സമരം ശക്തമായി തന്നെ തുടരും. രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു. അതിനാൽ തന്നെ ഈ രീതിയിൽ ഇന്നത്തെ സമരം പരാജയപ്പെട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം മാനേജ്മെന്റിന് വലുതാണ്. അതുകൊണ്ട് തന്നെ ആവാം ഇപ്പോൾ മാനേജ്മെന്റ് പ്രതിനിധികൾ വീണ്ടും വിദ്യാർത്ഥി പ്രതിനിധികളെ ചർച്ചാ വേദിയിലേക്ക് തിരിച്ചു വിളിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചർച്ചകൾക്കായി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ വീണ്ടും മാനേജ്മെന്റുമായി ചർച്ച തുടങ്ങുകയാണ്. ആവശ്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഒരു തരത്തിലും അവരുടെ ആവശ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കില്ല. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ വീണ്ടും മാനേജ്മെന്റ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ശ്രീ JR പത്മകുമാർ, ഒരൊറ്റ വ്യക്തിയുടെ പിടിവാശി, ആ രൂപത്തിലാണ് ഇപ്പോഴും ഈ പ്രശ്നപരിഹാരം നീണ്ടുപോകുന്നത് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതോ ഈ സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്നതുകൊണ്ടോ? സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണല്ലോ വളരെ വ്യക്തമാകുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇതൊരു സങ്കീർണമായ പ്രശ്നമാണ്. ഈ കഴിഞ്ഞ 20 ദിവസമായിട്ട് നിലനിൽക്കുന്നൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഗവൺമെൻറ് നിലപാടെന്ത്? ഇന്ന് തന്നെ ഉപസമിതി റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കിട്ടി. അദ്ദേഹം ഡൽഹിക്ക് പോയി. നാളെ വന്നിട്ട് ഡൽഹിയിൽ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് ഡൽഹിയിൽ നിന്ന് ഞാൻ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നാണ്. ഇത്രയും സങ്കീർണമായ ഒരു വളരെ വിദ്യാർത്ഥി സമൂഹം തിളച്ചു പറയുന്ന ഒരു ഇഷ്യൂവിൽ ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിൽ അത് ചുമതലപ്പെടുത്തി ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ട് പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കേണ്ടതല്ലേ? ആരും ഭയപ്പെടുന്നു, അല്ലെങ്കിൽ എന്തോ ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ഒരു ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. എല്ലാവരും വിദ്യാർത്ഥി സമൂഹം, SFI, ഒരുപക്ഷേ പൊതുവിൽ നമുക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും ലോ അക്കാഡമിയിലെ SFI യൂണിറ്റ് ഒന്നടങ്കം എല്ലാ വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി നിന്ന് ഉയർത്തുന്ന ഒരു ആവശ്യം പ്രിൻസിപ്പലിൻ്റെ രാജിയാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാതെ ഇപ്പോൾ ഈ നടത്തുന്ന നാടകങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? AKG സ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെ പ്രതിനിധികളെ വിളിക്കുന്നു, സംസാരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി വിദ്യാർത്ഥികളെ വിളിക്കുന്നു, ഇറക്കി വിടുന്നു, തിരിച്ചു കയറുന്നു, യൂണിവേഴ്സിറ്റി ഗവൺമെൻറ്റിന് വിടുന്നു, ഗവൺമെൻറ് കൈ കഴുകിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് തിരിച്ചു വിടുന്നു. ഇത് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്, ആരെയാണ് ഈ ഗവൺമെൻറ് ഭയപ്പെടുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം. എന്തായാലും ഈ വളരെ സങ്കീർണമായ പ്രശ്നമാണ്. പ്രിൻസിപ്പൽ രാജിവെക്കാതെ അത് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിന് ആ ഒരു തീരുമാനം എടുത്തിട്ട് ഇനി അടുത്ത ചർച്ചയ്ക്ക് വിളിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ശുഭേഷ് സുധാകരൻ, നിങ്ങൾ ആരെയാണ് ഇതിൽ കുറ്റക്കാരായി കാണുന്നത്? ഇവിടെ പിടിവാശിയോടുകൂടി നിൽക്കുന്ന അക്കാദമിയുടെ മാനേജ്മെൻ്റ് ആണോ? അങ്ങനൊരു മാനേജ്മെൻറ്റിന് ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ശ്രദ്ധയിലുള്ളതും ആ സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങി എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്? അവിടെ ആരെങ്കിലും ഒരാളെ സംശയിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ അക്കാദമിയെ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗം പറയുന്നവരെ. നിങ്ങൾ ആരെയാണ് സംശയിക്കുന്നത്? ഈ രണ്ട് ഭാഗത്തെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം AISFനുണ്ട്. ഒന്ന്, AISF ഒരു അഭിപ്രായം മുന്നേ തന്നെ സൂചിപ്പിക്കപ്പെട്ടിരുന്നു. ഈ സമരത്തിൻ്റെ ഏറ്റവും വൈകിയ വേളയിലാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറായത്. ആ ചർച്ചയിൽ തന്നെ പറഞ്ഞത് യൂണിവേഴ്സിറ്റിയുടെ ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ട് വന്നതിന് ശേഷം വിദ്യാർത്ഥി സംഘടനകളെ വീണ്ടും കാണാം, മാനേജ്മെൻറ്റുമായി സംസാരിച്ചതിന് ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളോട് സംസാരിച്ചത്. എന്നാൽ അതിനുശേഷം റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു. അതിനുശേഷം പോലും ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുന്നില്ല എന്ന വിമർശനം AISFനുണ്ട്. ആ വിമർശനം പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പരസ്യമായ നിലപാടിലേക്കും സമരത്തിലേക്കും ഗവൺമെൻറ്റിനെതിരെ സമരത്തിലേക്കും AISF മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ രണ്ട് കൂട്ടരെയും സംശയിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട് വിദ്യാർത്ഥികൾക്ക്. കാരണം 19 ദിവസമായി നടക്കുന്ന നിരാകാര സമരത്തോട് ഗൗരവമായ ഒരു സമീപനം കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടില്ല എന്ന വിമർശനം ഞങ്ങൾക്കുണ്ട്, ആശങ്ക ഞങ്ങൾക്കുണ്ട്. രാഹിൽ ആർനാഥ്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു തൃപ്തി നിങ്ങൾക്കുണ്ടോ? അതോ കാര്യക്ഷമമായുള്ള ആരുടെ ഇടപെടലിൻ്റെ അഭാവം കൊണ്ടാണ് ഇപ്പോഴും ഈ അക്കാദമിയുടെ പ്രതിനിധികൾക്ക് ഇങ്ങനെ പിടിവാശി തുടരാൻ കഴിയുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഏതാനും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായുള്ള ബലാബലം നോക്കുകയല്ല അവർ ചെയ്യുന്നത്. അത്തരമൊരു ചെറിയ മനസ്സിലാക്കൽ എന്തായാലും SFIക്ക് ഉണ്ടാകില്ല എന്ന് കരുതാമോ? ഇവിടെ SFIയുമായി ബന്ധപ്പെട്ട് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും മാനേജ്മെൻറ്റ് പ്രതിനിധികളുമായും ചർച്ച നടക്കുന്ന ഘട്ടത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ SFIയെ സംബന്ധിച്ച് SFIയുടെ നിലപാട് ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. SFIക്കും
ഈ ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ആവശ്യമില്ലാത്തൊരു പ്രിൻസിപ്പളിനെ SFI ഒരു കാലത്തും സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ആ പ്രിൻസിപ്പൽ രാജിവെക്കണമെന്നത് തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്തിട്ടുള്ള നടപടികളെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയാണ് SFI. ഗവൺമെൻറ്റും കൃത്യതയോടുകൂടി ഇതിൻ്റെ അകത്ത് ഇടപെടുകയും ഈ പ്രിൻസിപ്പളിനെ മാറ്റി നിർത്തി ഈ പ്രിൻസിപ്പളിനെ മാറ്റിക്കൊണ്ട് മാത്രമേ ലോ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും അവരുടെ പഠനവും അക്കാദമിക് രംഗവും കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ്. ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഐക്യത്തോടെ നിൽക്കുകയാണ് ഈ വിഷയത്തിൽ. പക്ഷേ രാഹിലിന് ഈ സർവകലാശാല സമിതി എടുത്ത തീരുമാനത്തോടും സർക്കാർ എടുത്ത തീരുമാനത്തോടുമുള്ള യോജിപ്പ് എന്തുകൊണ്ടാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾക്കില്ലാത്തത്? ഇപ്പോൾ കോൺഗ്രസിനെയും അവിടുത്തെ സമരത്തിൽ ഭാഗഭാക്കായിരിക്കുന്ന KSUവിനെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വ്യത്യസ്ത നിലപാടാണ്, JR പത്മകുമാർ വ്യത്യസ്ത നിലപാടാണ്, ശുഭേഷിന് വ്യത്യസ്ത നിലപാടാണ്. രാഹിലിന് മാത്രമാണ്, അല്ലെങ്കിൽ രാഹിൽ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് മാത്രമാണ് സർവകലാശാലയും സർക്കാരും ചെയ്യേണ്ടത് ചെയ്തു എന്ന അഭിപ്രായമുള്ളത്. ഇതിൽ തന്നെ നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള ആത്മാർത്ഥത സംശയിക്കാവുന്ന